റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയിട്ട് 5 വരെ. എന്നാൽ 1 തുടങ്ങി 5 വരെ. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിക്കുവാൻ സംഗതിയുണ്ട്, ദൈവസന്ധി ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, അവകാശമായിട്ടാകുന്നു. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവൻ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറിച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചെന്ന് അതിന് തൊട്ട് മുമ്പുള്ള വാക്യം വായിച്ചു കഴിഞ്ഞാൽ, ആകയാൽ നാം വിശ്വാസ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്ന ഒരു നാളുമില്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കാത്രേ ചെയ്യുന്ന. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയല്ല, ഉറപ്പിക്കാത്രേ ചെയ്യുന്ന. അപ്പൊ എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം നീതീകരണം, നീതീകരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന അവിടെ. പക്ഷെ ഇവിടെ അബ്രഹാം നീതീകരിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അബ്രഹാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം. നമ്മളെ കുറിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ മക്കളുടെ പൂർവ്വപിതാവ് എന്ന് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യഹൂദന്മാര് പറയുന്നത് അവരുടെ പിതാവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഹല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് ചോദിക്കുന്നത്. ഹല്ലേലൂയ. കാണുക വെച്ചാൽ അത് വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അപ്പം പ്രവർത്തിയാലല്ല, വിശ്വാസത്തെ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ എപ്പോഴും ഞാൻ ഇന്നലെ വേറെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, വിശ്വാസി എന്ന് പറയുന്ന നമ്മുടെ ജീവിതം അത് വിശ്വാസത്താലായിരിക്കണം. കാരണം അത് ഫീലിങ്സിലല്ല. ഇന്ന് പലപ്പോഴും ഹല്ലേലൂയ പല ആൾക്കാരും ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, ശരിയാണ്, നമ്മൾ പോകുന്ന സഭകളിലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ചുറ്റുപാടും വിശ്വാസ സമൂഹത്തിനുള്ളിൽ തന്നെ, പെന്തക്കോസ്തിനുള്ളിൽ തന്നെ ഒരുപാട് പ്രവൃത്തി ചിലപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ എപ്പോഴും പ്രതികരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഫീലിങ്സിലാണ് പ്രതികരിക്കുന്നത്, അല്ലേ? ഫീലിങ്സ്, നമ്മുടെ ഫീലിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ സങ്കടം വരും, ദേഷ്യം വരും, ഭയം വരും, അല്ലെങ്കിൽ എന്താ പറയാ പല കാര്യങ്ങളും നമ്മൾ. പക്ഷെ നമ്മൾ അപ്പോഴെല്ലാം റെസ്പോണ്ട് ചെയ്യുന്ന ഫീലിങ്സില്ല. പക്ഷേ ഞാൻ പറയും, വിശ്വാസികൾ ഒരിക്കലും ഫീലിങ്സിലല്ല ജീവിക്കേണ്ടെന്ന്, ഒരു വിശ്വാസത്തല്ല ജീവിക്കുന്ന. ഹല്ലേലൂയ. കാണുന്ന കാഴ്ചയാലല്ല ജീവിക്കണം. അതുകൊണ്ട് അത് ഇവിടെ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഇത് വചനത്തിൽ പറഞ്ഞേക്കുന്നത് ആമേ ഹല്ലേലൂയ, നമ്മൾ എങ്ങനെയാ കാഴ്ചയാലല്ല വിശ്വാസത്താലാ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ കാഴ്ച എന്താ? നമ്മൾ കാണുന്നത് എങ്ങനെയാ? ജഡപ്രകാരം കാണുന്നത്. അപ്പൊ ജഡപ്രകാരം നമ്മൾ കാണാൻ തുടങ്ങിയാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് വെച്ചാൽ ജഡപ്രകാരം പ്രതികരിക്കും. ഹല്ലേലൂയ. അപ്പൊ ജഡപ്രകാരം കാണുന്നതിനെ വിശ്വാസം എന്ന് പറയുന്നത് ജഡത്തിന്റെ സ്വഭാവമല്ല. ശരിയായിരിക്കും നമ്മള് ആത്മാവിന്റെ ഹല്ലേലൂയ അതിൽ പഠിക്കുന്ന സമയത്ത് വിശ്വാസം എന്നുള്ളത് ഹല്ലേലൂയ ആത്മാവിൻ്റെതാണ്, ആത്മീയമാണ്. മനുഷ്യർക്ക് വിശ്വാസം, ജഡപ്രകാരമുള്ള വിശ്വാസങ്ങളുണ്ടോ? ഉണ്ട്. ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന ജഡപ്രകാരമാണ്. പക്ഷെ ആ മനുഷ്യനെ വിശ്വസിക്കുന്ന പോലെ ദൈവത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഹല്ലേലൂയ ദൈവത്തെ വിശ്വസിക്കുന്നത് നമ്മൾ പറയുമ്പോ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ ഒന്നും ഉണ്ടാകത്തില്ല കാണാനായിട്ട്, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യനെ ഹല്ലേലൂയ ക്യാൻസർ ടെസ്റ്റ് ചെയ്തപ്പം ഹല്ലേലൂയ ശരീരം മൊത്തം സ്പ്രെഡ് ചെയ്തു, ഇനി ഒരു രക്ഷയില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ് പുള്ളി പറഞ്ഞ്. വൈദ്യശാസ്ത്രം എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എന്റെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് എന്റെ അരിപ്പിണാറ് നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞ് ഞാനത് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അതേ സംഭവിക്കത്തെ, എന്റെ കയ്യിലെ റിപ്പോർട്ടുകൾ ഞാനത് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. ആ വിശ്വാസത്തെ നമുക്ക് എങ്ങനെയാന്ന് ചോദിച്ചു പറയാം, അത് ആത്മാവിന്റെ വിശ്വാസമാണ്, ജഡത്തിന്റെ വിശ്വാസമല്ല. ജഡത്തിന്റെ വിശ്വാസനെ പുള്ളിയുടെ കയ്യിലിരുന്ന് മുമ്പിലിരുന്ന ആ റിപ്പോർട്ടുകളെ വിശ്വസിക്കും, കണ്ണുകൊണ്ട് കാണുന്നതിനെ വിശ്വസിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു മനുഷ്യന് വിശ്വാസമുണ്ട്, നമ്മുടെ ആത്മാവിന് വിശ്വാസമുണ്ട്. അപ്പൊ മനുഷ്യന്റെ വിശ്വാസം നമ്മളെപ്പോഴും കണ്ണുകൊണ്ട് കാണുന്നതിനെ വിശ്വസിക്കും. നമുക്ക് ഹല്ലേലൂയ ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ
ഹാലലിയ നമ്മുടെ കൺമുമ്പിൽ ഹാലലിയ ആ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നതിനെ വിശ്വസിക്കും. പക്ഷെ നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ കാണാത്തതിന് നമ്മൾ വിശ്വാസ കണ്ണാൽ കണ്ടിട്ട് അതിനെ വിശ്വസിക്കുന്നതാണ് ശരിക്കും ഒരു ആത്മീയ വിശ്വാസം. ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മൾ ജീവിക്കേണ്ടത് ആ വിശ്വാസത്തെ. അപ്പൊ നമ്മുടെ അബ്രഹാമിനെ കുറിച്ച് പറയാൻ കാര്യം അത് തന്നെ. അബ്രഹാം മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പം മകൻ ചോദിക്കുന്നത്, അപ്പൊ വിറകുണ്ട്, കത്തിയുണ്ട്, പക്ഷെ യാഗവസ്തു എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ആ മകനോട് അപ്പൻ പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി കരുതും. അബ്രഹാം അവിടെ കണ്ടില്ല ദൈവം കരുതിയത്. അബ്രഹാമിന്റെ കൺമുമ്പില് യാതൊന്നുമില്ല. ഹല്ലേലൂയ അവിടെ കൺമുമ്പിലില്ല. പക്ഷെ അബ്രഹാമിന് ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ദൈവം അത് കരുതുമെന്ന് വിശ്വസിച്ച്. അതാണ് അബ്രഹാം വിശ്വാസികളുടെ അല്ലെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ അതുപോലെ അബ്രഹാമിന് കുഞ്ഞുങ്ങളുണ്ടാവുന്ന പറഞ്ഞപ്പോ അബ്രഹാം വിശ്വസിച്ചല്ലേ. ശരീരം നോക്കിക്കഴിഞ്ഞാൽ നിർജീവിതമായി പോയി. ഇത് ഒരു പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്ത ഹല്ലേലൂയ ആ ശരീരത്തെ നോക്കിയിട്ടും അബ്രഹാം വിശ്വസിച്ചു. ദൈവമാണ് വാക്ക് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ അത് മാറത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും അബ്രഹാമിനെ നമ്മൾ വിശ്വാസികളുടെ പിതാവ് അല്ലെങ്കിൽ വിശ്വാസത്തെ കുറിച്ച്. അപ്പൊ നമ്മൾ ഹല്ലേലൂയ അതുപോലെ ആയിരിക്കണം. എബ്രായ ലേഖനം അത് എടുത്തു പറയുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വിശ്വാസ വീരന്മാരുടെ ഒരു കൂട്ടം പട്ടിക തന്നെ പറയും. പക്ഷേ അതിന്റെ അവസാനം കുറെ പേരെഴുതാത്ത കുറെ ആൾക്കാർ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാല് ഹല്ലേലൂയ ഇവിടെ കുറെ പേര് 32 വാക്യം വായിച്ചു കഴിഞ്ഞാല് ഇനി എന്ത് പറയണ്ട്, ഗിദ്യോൻ ഒരു ഇത്ര ലിസ്റ്റ് വന്നു. ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഷിപ്പാദ്, ദാവീദ് എന്നിവരെ ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്തെ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു, തങ്ങളുടെ വായ അടച്ച് തീയുടെ ബലം കെടുത്ത് വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീന ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരെ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓർത്ത് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിലെ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ട ഉദാഹരണം കൈക്കൊണ്ട് ഭേദ്യമേറ്റു. വേറെ ചില പരിഹാസം ചമ്മട്ടി. അവിടെ പേര് പറയാത്ത ഒരു ലിസ്റ്റ് ആൾക്കാരുടെ പേര് ഒരു കൂട്ടം ആൾക്കാർ വിശ്വാസ വീരന്മാരുടെ പട്ടിക തന്നെ പറഞ്ഞു വന്നിട്ട് അവസാനം വേറെ ചിലർ കുറെ ആൾക്കാര് കുറെ സ്ത്രീകള് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഹല്ലേലൂയ പറയുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഹല്ലേലൂയ പറയുകയാണെങ്കിൽ അതിനകത്ത് ലാസ്റ്റ് പറഞ്ഞു വേറെ ചിലർ എന്താ പറയാ, അവര് മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദമേറ്റ്. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റ് ഈർച്ചവള അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജനയാളുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകൾ ഉഴന്നു നടന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇവിടെ ഹല്ലേലൂയ ഇവിടെ ഒത്തിരി പേരുടെ പേര് പറഞ്ഞിട്ട് അതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ഇപ്പൊ നമുക്ക് പേരില്ലാത്ത കൂട്ടത്തിലുണ്ടാവും. അവരെല്ലാം എന്താ പറയാ, അവരെല്ലാം ഒത്തിരി വിശ്വാസ കണ്ടാൽ അവര് ഹല്ലേലൂയ നല്ലൊരു ഉദാഹരണം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് അവര് പലതും ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇവരോ ആരെങ്കിലും ഇന്ന് വരെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? മരിക്കുന്ന ജീവിച്ചിരിക്കാൻ തന്നെ ഒരിക്കലെങ്കിലും അവർ ഉയർത്തെഴുന്നേറ്റ് പോയി കണ്ടിട്ട് വന്നിട്ടാണ് ഇവർ ഇതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്? അല്ല. നമ്മളെല്ലാരും വിശ്വസിക്കുന്നത് കർത്താവിന് വരുമെങ്കിൽ നമ്മൾ എടുക്കപ്പെടും, നമ്മൾ നിത്യതയിലേക്ക് പോകുന്നു. ഈ ആരെങ്കിലും ഒരാള് പോയി വന്ന് എക്സ്പീരിയൻസ് ആയിട്ട് വന്ന് പറഞ്ഞു നമ്മളോട്, ഞാൻ പോയി കണ്ടായിരുന്നു, അവിടെ അതുണ്ട് കേട്ടോ, നിങ്ങൾ വിശ്വാസത്തെ നിന്നോ, നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റും, ഞാനൊന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വന്നാന്ന് പറഞ്ഞു നമ്മളോട്. നമ്മുടെ കൂട്ടത്തിൽ ആരും കണ്ടിട്ടില്ല, ആരും പോയിട്ടുമില്ല. പക്ഷെ നമ്മൾ എന്താ വിശ്വസിക്കുന്നുണ്ട്, എന്താ കർത്താവ് വരുമ്പോ കർത്താവിന് വരുമെങ്കിൽ എടുക്കപ്പെടുമെന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പൊ ഒരു നിത്യത എന്നുള്ളത് തന്നെ നമ്മുടെ വിശ്വാസമാണ്, അല്ലെ? നമ്മൾ ആരും കണ്ടിട്ടില്ല. എങ്ങനെ വിശ്വസിക്കുന്നു? നമ്മള് ദൈവത്തിന്റെ വചനത്താൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം, നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? കർത്താവിന്റെ വചനം വിശ്വസിച്ചിട്ടുണ്ട്, അല്ലേ? വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടൊന്നുമല്ല നമ്മളിത് വിശ്വസിക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടിട്ട് വിശ്വസിക്കുന്നവരെ എന്താ പറഞ്ഞാൽ നമ്മള് ലോകക്കാരല്ലേ ജഡപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയും. കണ്ണുകൊണ്ട് കണ്ടിട്ട് വിശ്വസിക്കുന്നത്. കണ്ണുകൊണ്ട് കാണാത്ത വിശ്വസിക്കുന്നവരെ ആത്മപ്രകാരമുള്ള മനുഷ്യൻ. നമ്മൾ ആത്മീയരാണ്. നമ്മുടെ ജീവിതം ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ വിശ്വാസത്തെ കുറിച്ച് നമുക്കൊരു ശരിക്കും പറഞ്ഞ ബോധ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ
നമ്മൾ ആത്മപ്രകാരമുള്ള മനുഷ്യരാണ്, ജഡപ്രകാരമുള്ള മനുഷ്യരാണ്. ഹല്ലേലൂയ. സാറാമ്മ സിസ്റ്ററെ, ദൈനംദിന ജീവിതത്തെ ആത്മപ്രകാരമുള്ള ജഡം നമ്മുടെ ബീന സിസ്റ്റർ എപ്പോഴും പറയാറുണ്ട്. ബീന സിസ്റ്റർ ഇന്ന് കയറിയിട്ടില്ല. ബീന സിസ്റ്റർ പറയാറുണ്ട്, ബീന സിസ്റ്റർ മകളില് കൊച്ചിന് നമുക്കെല്ലാവർക്കും ഭയങ്കര പ്രീമച്ചുറായിട്ട് ജനിച്ച് ഒത്തിരി പ്രോബ്ലംസ്. പക്ഷെ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഹാലലെ കർത്താവ് ദൈവം എന്നെ കാണിച്ചൊരു വെളിപ്പാട്, ആ കൊച്ചു നിന്ന് ഡാൻസ് കേൾക്കുന്നതായിട്ട് ഒരു പെൺകൊച്ച് ഒരു ഫ്രോക്ക് ആയിട്ട്. അപ്പൊ ഈ കുഞ്ഞിന് എന്ത് രോഗത്തിന്റെ അസ്വസ്ഥ വരുമ്പോൾ ബീനസിസ്റ്റർ, ഞാൻ ആ ബീനസിസ്റ്റർ പറഞ്ഞ ആ കാര്യം ഓർക്കും, എന്നിട്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പൊ അതെന്താ വെച്ചാ ആ പുള്ളിക്കാരി കൺമുമ്പിൽ കാണുന്നതിനെ അല്ല വിശ്വസിക്കുന്നത്, ദൈവം കൊടുത്ത വെളിപ്പാട് അതിനെ വിശ്വസിക്കുന്നു. അപ്പൊ ദൈവം അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഞാൻ അതുപോലെ തന്നെ നിഷയോട് എപ്പോഴും പറയുന്നത്, കൊച്ചിനെ ദൈവം പ്രൊട്ടക്ട് ആണ്, സേഫ് ആണെന്ന് കാണിച്ചു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അല്ലാത്ത എന്ത് അസ്വസ്ഥ വരുമ്പോഴും ഹല്ലേലൂയ അതല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ ദൈവം അതിനു മുമ്പേ ദൈവം കാണിച്ച അതിനെ വിശ്വസിക്കണം. നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് ഇന്നിപ്പം ഹോസ്പിറ്റലിൽ പോയേക്കുവാ, പ്രാർത്ഥിക്കണം. അപ്പൊ അവിടെ നമ്മള് യോസേഫിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും. യോസേഫ് ദൈവം കണ്ടത് യോസേഫിനെ ആ മിസ്രയീമിലെ പ്രധാനമന്ത്രി കസേരയെ കണ്ടെങ്കിൽ അതിനു മുമ്പ് പല പല ബുദ്ധിമുട്ടിൽ കൂടെ ഒക്കെ കടന്നു പോയെങ്കിലും യോസേഫ് അവിടെ തന്നെ എത്തി. അപ്പം യോസേഫിനെ അവിടെ കണ്ടുകൊണ്ട് തന്നെയാണ് ദൈവം ദർശനം കൊടുത്തത്. ആ ദർശനം കണ്ടതിന് ശേഷമുള്ള യോസേഫിന്റെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു. അതുമായിട്ട് യാതൊരു മാച്ചിങ്ങും ഇല്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദേവദാസം പ്രസംഗിച്ചു പറഞ്ഞു, യോസെഫിന്റെ തടവരെ കുറിച്ച് നമ്മൾ എല്ലാരും പറയും. പക്ഷേ ആ തടവറ, അന്നത്തെ ആ തടവറെ കുറിച്ച് പറഞ്ഞാല് ഒന്ന് നേരെ നിവർന്ന് നിൽക്കാൻ കഴിയാത്തൊരു തടവറ. കഴുത്തേലും കയ്യിലും കാലിലും ചങ്ങല ഇട്ടിരിക്കുന്ന തടവറ. ആ ചങ്ങല വെച്ചാൽ ഇന്നത്തെ കാണുന്ന കണക്ക് നമുക്ക് മിനുസമുള്ള നമ്മുടെ പട്ടിക്ക് കിടന്ന കണക്ക് നല്ല മിനുസമുള്ള ചങ്ങല അല്ല. അന്ന് ഇരുമ്പിന്റെ വളരെ റഫായിട്ടുള്ള ചങ്ങല. ഇത് കയ്യിലും കഴുത്തിലും ഇട്ടിരിക്കുന്ന ആൾക്കാർ, കാലിട്ടിരിക്കുന്ന ആൾക്കാർ കുനിഞ്ഞു നിൽക്കുക, ഈ കഴുത്തൊക്കെ പൊട്ടി അളിഞ്ഞ് ആ തുരുമ്പൊക്കെ പിടിച്ച് ഇരുമ്പൊക്കെ അതൊക്കെ അതുപോലെ വ്രണവും ഒക്കെ ആയിട്ടാണ് അതിനുള്ളിൽ കഴിയുന്നത്. അത്രത്തോളം നമ്മൾ പറയുന്ന കണക്ക് യോസേഫ് കാരാഗ്രഹത്തിലായിരുന്നു എന്ന് പറയുമ്പോ ആ കാരാഗ്രഹം ഒരിക്കലും ഒരു സുഖമുള്ള സ്ഥലമായിരുന്നില്ല. ഹല്ലേലൂയ. അവിടെ നിന്ന് ഇറക്കിയിട്ടാണ് മുടിയൊക്കെ വെട്ടിച്ച് കുളിപ്പിച്ച് ഒരു വസ്ത്രമൊക്കെ ഇടിച്ച് കൊണ്ടുവന്ന് നിർത്തി. അത് കഴിഞ്ഞതിന് ശേഷവും യോസേഫിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചപ്പോ മറ്റൊരു വസ്ത്രം കൊണ്ടിട്ട് ഇപ്പൊ യോസേഫിന്റെ വസ്ത്രത്തെ കുറിച്ച്, ഉടുപ്പിനെ കുറിച്ച്, 7 തരത്തിലുള്ള വസ്ത്രത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ഇത് പറഞ്ഞു. അപ്പൊ ഇവിടെ അപ്പൊ നമ്മളൊക്കെ കാരാഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ചിന്തയിൽ ഇന്നത്തെ കിടക്കുന്ന ജയിലുകളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. ഇന്നത്തെ ജയിലുകളൊക്കെ ശരിക്കും പറഞ്ഞാല് വീട്ടിലൊക്കെ താമസിക്കാണ്ട് സുഖ സൗകര്യമായിട്ട് ആൾക്കാര് ജയിലിൽ താമസിക്കും. പക്ഷെ അന്നത്തെ ജയിലുകളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ചില കുറ്റങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പൊ നമ്മളെ താമസം മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഉണ്ടെന്ന് പറയുന്നേക്കാം. ആ ജയിലില് നേരെ നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അവർക്ക് എപ്പോഴും ഹൈറ്റ് കുറവായിരിക്കും. ഒന്നി കുനിഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ എന്താ പറയാ കിടക്കണം. അല്ലാണ്ട് അവർക്ക് ഒരിക്കലും നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലുള്ള ജയിലുകൾ ഉണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പൗലോസിനെയൊക്കെ ഇട്ടിരുന്ന ജയിൽ കാരാഗ്രഹത്തെ കുറിച്ച് വരുമ്പം അതൊക്കെ ചില ഗുഹകളാണ്. അതിനുള്ളിൽ അവർക്ക് കടക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ എവിടെയോ ഒന്ന് കൂനിക്കൂടി ഇരിക്കാൻ പരിപാടി നടക്കത്തുള്ളൂ. വെളിച്ചോ വെട്ടോ അല്ലാതെ മറ്റ് എന്താ പറയാ ഇന്നത്തെ കണക്ക് AC-യോ ഫാനോ ഒന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം ലാസ്റ്റ് ലേഖനങ്ങൾ എഴുന്നിട്ട് പറയുന്നുണ്ട്, ആ ഗുഹയിൽ നിന്ന് അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിൽ വന്നിരുന്നിട്ട് ആ വെട്ടം കണ്ടിട്ടാണ് എഴുതിയത്. മനസ്സിലായില്ലേ? അങ്ങനെ പല വിധത്തിൽ അപ്പൊ ആ സ്ഥലത്ത് കിടക്കുമ്പോഴും ദർശനം മറന്നിട്ടില്ല, ദൈവത്തെ മറന്നില്ല. ഹല്ലേലൂയ. അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെയൊക്കെ വിശ്വാസികളുടെ ജീവിതം എപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ പുറത്തെ കണ്ണുകൊണ്ട് കണ്ടല്ല ജീവിക്കുന്നത്, നമ്മുടെ അകത്തെ മനുഷ്യന്റെ കാഴ്ചയാൽ നമ്മൾ ജീവിക്കണം. അപ്പൊ നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ജീവിക്കുന്ന. വിശ്വാസം എന്നത് പുറമേ ഉള്ള മനുഷ്യന്റെ വിശ്വാസത്തെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അകമേ ഉള്ള മനുഷ്യന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2 മനുഷ്യന്മാരുണ്ട്, ഒരു അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും.
നമ്മൾ ലോകപ്രകാരം ജീവിച്ചപ്പോൾ നമ്മൾ പുറത്തെ മനുഷ്യൻ പറയുന്നത് കേട്ടനുസരിച്ച് പുറത്തെ മനുഷ്യനെ അനുസരിച്ച് ജീവിച്ചു. പക്ഷേ നമ്മൾ ആത്മപ്രകാരം ജീവിക്കുന്നവർ എപ്പോഴും പുറത്തെ മനുഷ്യനെ കണ്ടുകൊണ്ടല്ല ജീവിക്കട്ടെ, കേട്ടുകൊണ്ടല്ല, അകത്തെ മനുഷ്യനെ കണ്ടുകൊണ്ട് അകത്തെ മനുഷ്യൻ പറഞ്ഞ കേട്ടുകൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യന്റെ ഉള്ളിലാണ് ആത്മീയമായ ഫലങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആത്മീയരായി കഴിഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എന്ന് വെച്ചാൽ അകത്തെ മനുഷ്യൻ നമ്മുടെ പുറത്തെ മനുഷ്യനെ ഭരിക്കണം. അല്ലെങ്കിൽ നമ്മളെന്താ വെച്ചാൽ നമ്മുടെ പുറത്തെ മനുഷ്യൻ അകത്തെ മനുഷ്യൻ ഭരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നമ്മൾ ലോകപ്രകാരമായി പോകും. ഈ അകത്തെ മനുഷ്യന്റെ ഭക്ഷണം എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ അകത്തെ മനുഷ്യന്റെ ഭക്ഷണം എന്ന് പറയാനായിട്ട് വചനം തന്നെയാണ് ഫസ്റ്റ്. അവനെ ശക്തി എടുത്തുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അപ്പം അകത്തെ മനുഷ്യന് ശക്തി വേണമെങ്കിൽ വചനവും വേണം, പരിശുദ്ധാത്മാവും വേണം. നമ്മുടെ പ്രാർത്ഥന വേണം. വചന ധ്യാനം വേണം. അകത്തെ മനുഷ്യൻ നമ്മൾ ഫീഡ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ പുറത്തെ മനുഷ്യൻ നമ്മൾ ഭരിക്കാൻ തുടങ്ങും. പുറത്തെ മനുഷ്യനെല്ലാം ഭക്ഷണം കിട്ടുന്നു, നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കും. അപ്പൊ അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ പലപ്പോഴും ചിലയിടത്തൊക്കെ നമ്മൾ പതറിപ്പോറുണ്ട്, ചിലയിടത്തൊക്കെ ഇടറിപ്പോറുണ്ട്. ചില കാര്യങ്ങളൊക്കെ കൺമുമ്പിലേക്ക് വരുമ്പോൾ അതിനെ കണ്ടുകൊണ്ട് നമ്മളുടെ അകത്തെ മനുഷ്യൻ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ദൈവം എന്ത് പറഞ്ഞു അത് മറന്നിട്ട് നമ്മൾ ഇവിടേക്ക് മാറിപ്പോകാറുണ്ട്. അവിടെയാണ് നമ്മൾ അബ്രഹാമിനെ ഇവിടെ മുമ്പിൽ കൊണ്ട് പലയിടത്തും നമ്മുടെ പുതിയ നിയമത്തിൽ അബ്രഹാമിനെ കൊണ്ടുവന്ന് നിർത്തിയെന്ന് എവിടെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം. വിശ്വാസികളുടെ പിതാവ് എന്നത് അബ്രഹാമിന്റെ വിശ്വാസത്തെ കൊണ്ട്. അപ്പൊ നമ്മൾ അബ്രഹാമിന്റെ സന്തതിയാണ്. വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ സന്തതി വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസം ഇന്നൊന്നും കൊടുന്ന് നമ്മൾ ശോധന ചെയ്ത് നോക്കണം. നമ്മുടെ അകത്തെ മനുഷ്യന്റെ വിശ്വാസത്താലാണോ നമ്മൾ ജീവിക്കുന്നത്, അത് നമ്മുടെ പുറത്തെ മനുഷ്യന്റെ വിശ്വാസത്താലാണോ ജീവിക്കുന്നത്. അകത്തെ മനുഷ്യന്റെ വിശ്വാസം ജീവിക്കണം. ഞാൻ ഒരിക്കലും ഒന്നിനെ കുറിച്ച് നമ്മൾ വിചാരപ്പെടത്തില്ല, ടെൻഷൻ അടിക്കത്തില്ല. നമ്മുടെ കൺമുമ്പിൽ എന്തൊക്കെ വന്നാലും ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ അസ്വസ്ഥത വന്നാലും നമ്മുടെ വിശ്വാസം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീ സൗഖ്യമാകുക തന്നെ ചെയ്യും. നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു തന്നെയാണ്. നമ്മുടെ കാര്യങ്ങൾ ദൈവം വിടുതൽ കൽപ്പിച്ചിട്ടുണ്ടത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല, നമ്മളെ നിൽക്കുന്നത് എന്താ എങ്ങനെ എന്ന് നമുക്ക് പോലും അറിയാത്ത അവസ്ഥയാണെങ്കിൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമേ നടക്കത്തുള്ളൂ. നമ്മൾ അവിടെ കിടന്ന് ടീച്ച അടിച്ചിട്ടോ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ എന്താ പറയാ എന്ത് കാര്യം ചെയ്തിട്ടോ ഒരു ആവശ്യമില്ല. അതുപോലെ ഞാൻ പറയാം, ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു കൊടുക്കുന്നു. നമ്മൾ അതിന്റെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. കാരണം നമ്മുടെ ഇവിടെ ഞാൻ പറയത്തില്ല, ഈ ചില കൺസൾട്ടൻസി സർവീസുകളുണ്ട്, ചില ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുണ്ട്, ഒക്കെ ഉണ്ട്. അതുവഴിയൊക്കെ CV ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് എല്ലാവർക്കും ജോലി ലഭിക്കും. ഹല്ലേലൂയ, എല്ലാവർക്കും ജോലി ലഭിക്കും. അപ്പൊ ഞാൻ നേരത്തെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു, നമ്മുടെ ജോഷി ബ്രദർ അവിടെ കൊടുത്ത ജോലി കിട്ടി. അത് ഒരുപാട് പേർക്ക് അവിടെ കൊടുത്ത ജോലി കിട്ടി. അപ്പൊ എൻ്റെ അടുത്ത് എനിക്ക് 2 വർഷം മുമ്പാന്ന് തോന്നുന്നു, 1 വർഷം ആ സമയത്ത് എനിക്കൊന്ന് മറ്റേ വ്യക്തികാല ജോലി ആ സമയത്ത് അങ്ങനെ ഒന്നും കൊടുത്തു നോക്കാൻ സിസ്റ്റം ഒന്നും. ഞാൻ പറഞ്ഞു എന്റെ ആവശ്യമില്ല ബ്രദറെ. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജോലി തരാണ്ട് ദൈവത്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ദൈവത്തിന് എനിക്ക് എപ്പോഴും ജോലി തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ഞാൻ CV പോലും അയക്കാതെ വിളിച്ചെനിക്ക് ജോലി തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കാം. അപ്പൊ എന്നാലും ഒന്ന് കൊടുത്തു നോക്കാന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞു പുള്ളി തന്നെ കൊടുത്തു. ഒരു പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോ അന്ന് കുറച്ച് കോൾസ് ഒക്കെ ഒന്ന് ജോലിയൊന്നും കിട്ടിയില്ലെന്നുള്ള കാര്യം വേറെ കാര്യം. അത് കഴിയുമ്പം അതല്ലാതെ പെട്ടെന്ന് ഒരു ജോലിക്ക് എന്നെ വിളിച്ചു. ഞാൻ അവരോട് ചോദിച്ചു ഇവിടുന്ന് CV കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അത് ഞാൻ അപ്ലൈ ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ റിയൽ എസ്റ്റേറ്റ് ഒന്നും കയറി അപ്ലൈ ചെയ്തില്ല. പറഞ്ഞു ഇന്ത്യയിൽ നിന്നെങ്ങാണ്ട് ആർക്കണ്ട് കിട്ടിയിട്ടെങ്ങാണ്ട് അവര് അതെടുത്ത് വിളിച്ചാൽ നമ്മൾ ഇവരെ അയച്ചല്ല പൈസ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടി. അത് കഴിഞ്ഞപ്പോ 2 പ്രാവശ്യം പുള്ളി വീണ്ടും കൊണ്ട് എന്റെ CV എടുത്ത് ഇവിടെ. അപ്പൊ അങ്ങനെ ജോലി എങ്ങനെ ലഭിച്ചില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് നമ്മുടെ കാര്യത്തില് പിന്നെ ഈ പൈസ കൊടുത്ത് CV കൊടുത്താലൊന്നും ജോലി കിട്ടത്തില്ല. അതിന്റെ കാരണം എന്താ വെച്ചാ എന്റെ ജോലിയുടെ കാര്യത്തിൽ വാതിൽ അടച്ചു വെച്ചേക്കുന്നത് മോളിൽ നിന്നാണ്. അത് തുറക്കണമെങ്കിൽ
മോളിൽ തന്നെ തുറക്കണം. എനിക്കത് നന്നായിട്ട് അറിയാം. ഹാലേലൂയ. അവിടെ തുറക്കാതെ നമ്മൾ ഇവിടെ ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും അത് നടക്കത്തില്ല. നമ്മൾ പറഞ്ഞു, അയ്യോ കഴിഞ്ഞ ദിവസമൊക്കെ വിസിറ്റ് വിസയിൽ ഇങ്ങോട്ട് വന്നുള്ളൂ, ഒരു എക്സ്പീരിയൻസ് ഇല്ല കൊടുത്ത്, അവർക്ക് ജോലി കിട്ടി, ഇവർക്ക് ജോലി കിട്ടി, കൊടുത്തവർക്കെല്ലാം ജോലി കിട്ടി, സിസ്റ്റർ കാര്യത്തിൽ മാത്രമേ എന്താ. ഞാൻ പറഞ്ഞു, അതാണ് എന്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനുമല്ല. ഹാലേലൂയ. സ്വർഗത്തിലെ ദൈവമാണ്. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഒന്നും ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവം പറഞ്ഞാൽ ഇവിടെ രാജാവ് വിളിച്ചിട്ട് മോളെ വന്ന് ജോയിൻ ചെയ്തോളാൻ പറയും. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയാതെ എന്തൊക്കെ നമ്മളിവിടെ കാട്ടിക്കൂട്ടൽ ഒരു രക്ഷയില്ല. മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് ദൈവത്തിന്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പാനിക് ആകാനും ടെൻഷൻ അടിക്കാനും ഓടി നടക്കാനും തെക്കോട്ടോടാനും വടക്കോട്ടാനും ഒന്നും പോകരുത്. നമ്മുടെ വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സൊല്യൂഷൻ ദൈവം പറഞ്ഞ ദൈവത്തിന്റെ പാത വിടുന്നത്. ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുക. ഹാലലിയ. അപ്പൊ നമ്മളല്ലാണ്ട് വേറെ എന്തെങ്കിലും ലോകപ്രകാരം മനുഷ്യൻ നടക്കുന്ന പോലെ നടക്കരുത്. ലോകപ്രകാരം മനുഷ്യൻ ചെയ്യുന്ന പോലെ ചെയ്യരുത്. ഞാൻ പറയും ദൈവം പലരും വാഹനം കിട്ടും, വീട് കിട്ടും, ഇതൊക്കെ പറയുമ്പോൾ ശരിയാണ്, ഇതെല്ലാം കിട്ടും. പക്ഷേ ഇതിനൊന്നും നിങ്ങൾ ലോകപ്രകാരം പോകരുത്. പല ആൾക്കാരും അല്ല നമ്മൾ മൂവ് ചെയ്യണം, നമ്മൾ സ്റ്റെപ്പ് വയ്ക്കണം, നമ്മൾ എന്തെങ്കിലും ചെയ്യണം, സീസണൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി എടുക്കുന്നതൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ ഓപ്പൺ ആക്കാൻ പോലും ഞാൻ പറയാം അതൊക്കെ പോയി കുരുക്കിലെ വീടും. ദൈവം നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ ദൈവം തരും. അതിനു വേണ്ടി കാത്തിരിക്കണം. ദൈവം തരുമ്പോ ഞാൻ പറയും എല്ലാവരുടെ ജീവിതത്തെ ഞാൻ പറയാ, നിങ്ങൾ ലോൺ എടുത്തിട്ടല്ല വീട് വെക്കുന്നത്, കടം മേടിച്ചിട്ടല്ല കാറ് വാങ്ങിക്കുന്നത്. അങ്ങ് കടം മേടിച്ചിട്ടല്ല, അല്ലെ ലോൺ എടുത്തിട്ടല്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഇതെല്ലാം ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ചെയ്യും. നമ്മുടെ ദൈവം വരും ഒരു ദാരിദ്ര്യമുള്ള ദൈവം അല്ലെന്നേ. ആണോ? അല്ല. നമ്മുടെ ദൈവം എന്ന് വെച്ചാൽ പറഞ്ഞ തന്റെ മഹത്വത്തിന്റെ ദിനത്തിൽ ഒത്തവണ്ണം നമുക്ക് ലഭിക്കുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ആത്മീയമാകട്ടെ ഭൗതിക വിഷയത്തിലാകട്ടെ എന്ത് വിഷയത്തിലാണെങ്കിലും തന്റെ മഹത്വത്തിന്റെ ദിനത്തിന് ഒത്തവണ്ണമാണ് തരുന്നത്. അല്ല നമ്മൾ ഹന്നയെ കാണുന്നത്. ഹന്ന ഒരു മകന് വേണ്ടി ദൈവസന്നിധി പോയി അവൻ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചു. ഹന്നയ്ക്ക് എത്ര മക്കളെ കൊടുത്തു ദൈവം? കൊടുത്തപ്പോ ഹാലില്ല ഒന്ന് ചോദിച്ചു ഒന്നിനും കൊടുത്തു നിർത്തിയോ? ഇല്ല. കാരണം നമ്മൾ അബ്രഹാമിനെ തന്നെ എടുത്തു. അബ്രഹാമിന് വാഗ്ദത്ത പ്രകാരം ഒരു സന്തതി ദൈവം പറഞ്ഞു. പക്ഷെ വാഗ്ദത്ത പ്രകാരം ഒരു കുഞ്ഞിനെ ജനിക്കാൻ ശരീരത്തിൽ നിർജീവത്വമായിപ്പോ അബ്രഹാമിന് ദൈവം യൗവനത്തെ പുതുക്കി കൊടുത്തെന്ന് വേണം പറയാം. കാര്യം അത് എനിക്ക് അബ്രഹാമിന് എത്ര മക്കളെ ജനിച്ചേക്കുന്നത് അയച്ചിട്ടില്ലേ? ഇവരുടെയൊക്കെ എത്ര കുഞ്ഞുങ്ങൾ പിന്നെ ജനിച്ചത്. അപ്പൊ ഒരു കുഞ്ഞും ജനിക്കാൻ ഒരു ചാൻസ് ഇല്ലാത്ത അബ്രഹാം. അപ്പൊ അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു കാര്യം അസാധ്യം അല്ല. എന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ ആത്മകണ്ണിൽ മനുഷ്യനെ നമ്മൾ പൂർണ്ണമായും കേട്ട് അനുസരിച്ച മാത്രം മതി. നമ്മുടെ വിശ്വാസം നമ്മൾ ഒരിക്കലും നമ്മുടെ ജഡത്തിന്റെ വിശ്വാസം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. ജഡത്തെ നമ്മൾ എന്താ വെച്ചാൽ ചിലപ്പോഴൊക്കെ ജഡപ്രകാരം നമ്മൾ ജഡപ്രകാരം നമ്മളുടെ വേണ്ട കേട്ട കിട്ടും, അല്ലെങ്കിൽ അതങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ബൈബിൾ വചനം എന്നൊക്കെ പറയാം. ആ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയും. പക്ഷെ ഇത് ഇച്ചിരി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പോകും. പക്ഷെ നമ്മുടെ അകത്തെ മനുഷ്യന്റെ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ പുറമേയുള്ള സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ഇത് ഷെയ്ക്കാകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പുറമേയുള്ള മനുഷ്യന്റെ വിശ്വാസമാണ് നമ്മൾ വിശ്വാസത്തിൽ നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നെങ്കിൽ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ നമ്മൾ ടെൻസ്ഡ് ആയി തുടങ്ങും. പക്ഷേ ഈ പുറമേയുള്ള മനുഷ്യന്റെ വിശ്വാസത്താൽ ആയിരിക്കില്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ അകത്തെ മനുഷ്യന്റെ വിശ്വാസത്താലായിരിക്കും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നിന്നിട്ട് ഒടുക്കത്തെ ഉത്സവത്തിന്റെ മഹാദിനം ഒടുക്കത്തെ നാൾ നിന്നുകൊണ്ട് ഉത്സവത്തിന്റെ ഒടുക്കത്താണെന്ന് വിളിച്ചിരുന്നത് വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന ജീവജലത്തിന് നദികൾ ഒഴുകുന്ന. എവിടെ? ഉള്ളിൽ നിന്നാ വരേണ്ടത്, പുറമേ നല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പുറമേ നല്ല അകമേന്ന് തന്നെ പുറപ്പെടണം. കാരണം വെച്ചാൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു പുറത്തല്ല ഇരിക്കുന്നത്, അകത്തായിരിക്കും. നമ്മുടെ ആത്മമനുഷ്യൻ നമ്മുടെ പുറമേയുള്ള ബോഡിയിലല്ല കാണുന്നത്, അത് അകത്താ കാണേണ്ടത്. ഹാലലൂയ. അപ്പൊ നമ്മുടെ അകത്തുള്ള മനുഷ്യനിൽ നിന്ന് വേണം ഇതെല്ലാം പുറത്തേക്ക് വരാനായിട്ട്. അപ്പൊ നമ്മുടെ അകത്തെ മനുഷ്യൻ ഓരോ ദിവസം, അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ പല സ്ഥലത്തും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറയാം. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ കരുത്തനായി തരണം. പുറത്തെ മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ ശക്തിയോടെ പുറപ്പെട്ട് കരുത്തോട് പിടിക്കണം. അങ്ങനെ പലയിടത്തും ഈ അകത്തെ മനുഷ്യൻ ഒരുപാട് ഇമ്പോർട്ടൻസ് ലേഖനങ്ങൾ കൊടുത്തിരിക്കുന്നതിന്റെ കാര്യം, അകത്തെ മനുഷ്യൻ ശക്തനല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം ഹാലേലൂയ അത് ശക്തിയുള്ളതായിരിക്കത്തില്ല, അത് ബലഹീനമായി പോകും.
ഈ പ്രഭാതത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ബലഹീനതയുണ്ടെങ്കിലും, നമ്മുടെ പുറമെ സാഹചര്യങ്ങൾക്ക് എന്തൊക്കെ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും, നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തനായി നിന്നാൽ, അകത്ത മനുഷ്യന്റെ ഉള്ളിൽ വിശ്വാസം, ആമേ ഹാല, അത് അകത്ത മനുഷ്യൻ ഓരോ കാര്യത്തിലും ഹാലയില് ആമേ, ആ സന്തോഷത്തിലും സമാധാനത്തിലും വിശ്വാസത്തിലും എല്ലാ കാര്യത്തിലും അകത്ത മനുഷ്യൻ ആമേ അത് ശക്തനായി നിന്ന് കഴിഞ്ഞാൽ പുറത്തേ ഉള്ളത് ഒന്നിനും നമ്മുടെ അകത്ത മനുഷ്യൻ ആമേന്റെ ശക്തിയെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. സാഹചര്യങ്ങൾക്കൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിലൊന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അബ്രഹാം ഹാലയിലെ വിശ്വാസത്തെ, അതുകൊണ്ട് വിശ്വാസത്തിന്റെ പിതാ അബ്രഹാം കണ്ടിട്ടല്ല വിശ്വസിച്ചു, അബ്രഹാം കാണാത്തവരെ വിശ്വസിച്ചു. ഹാലയിലെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന്. അപ്പൊ നമ്മൾ കണ്ടിട്ട് വിശ്വസിക്കുന്നതിന് വിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല. അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന കാര്യം. പക്ഷെ കാണാതെ വിശ്വസിക്കുന്ന നമ്മൾ ആ ഭാഗ്യന്മാർ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ നിത്യതയെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ഡേ ടു ഡേ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ കാണാതെ നമ്മുടെ അകത്ത മനുഷ്യന്റെ ആത്മകണ്ണാൽ കണ്ട് വിശ്വസിച്ച് മുൻപോട്ട് പോകണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ സക്സസ്ഫുൾ ആയിട്ട് ക്രിസ്ത്യൻ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, അല്ലെ നമ്മുടെ വിശ്വാസികളുടെ ജീവിതം എപ്പോഴും കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയെന്ന് പറയുന്നത്. നമ്മുടെ പുറമേയുള്ള മനുഷ്യന്റെ വിശ്വാസം അല്ല അത്, അകമയുള്ള മനുഷ്യന്റെ അകമയുള്ള മനുഷ്യന്റെ വിശ്വാസത്താൽ നമുക്ക് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകാം. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പറ്റും അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ മുമ്പിൽ ഒരു സാഹചര്യം ഇല്ലെങ്കിലും അതിനെല്ലാം മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്.